നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ദിനത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കിലാണ്. അതിപ്പോൾ അമ്പലങ്ങളിൽ, പള്ളികളിൽ ഒക്കെ അവരെത്തും. അതിൻ്റെ ഒരു പ്രചാരണത്തിന് ചൂടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പരമാവധി വേഗത്തിൽ കുറച്ച് ദിവസങ്ങൾ 18 ദിവസമാണ് ഇനി വോട്ടെടുപ്പിന്. അപ്പോൾ ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ ആ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി എത്താം. പക്ഷെ അതിനു മുമ്പ് ഈ ഇറാൻ്റെ ആക്രമണം, ഇസ്രായേലിൽ അവിടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടൊരു ആക്രമണം നടന്നു. അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നതിന് പക്ഷേ ആണവ വികിരണമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്തകളിലേക്ക് വിശദമായി എത്താം. രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നോക്കാം ആദ്യം തലക്കെട്ട്. ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം, 100ഓളം പേർക്ക് പരിക്ക്. ആണവ വികിരണം ഇല്ലെന്ന് സ്ഥിരീകരണം. നദാൻസ് നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് മറുപടി എന്ന് ഇറാൻ. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ. ഇറാന് അമേരിക്കയുടെ അന്ത്യശാസനം. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് ഭീഷണി. സമാധാന ചർച്ചകൾക്ക് അമേരിക്ക നീക്കം നടത്തുന്നെന്നും സൂചന. പത്രികാ സമർപ്പണത്തിന് ഇനി ഒരു ദിനം മാത്രം. കളം നിറഞ്ഞ മുന്നണികൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിന് നാളെ പത്തനംതിട്ടയിൽ തുടക്കം. കോഴിക്കോട് പെരുവയൽ എരഞ്ഞിക്കലിൽ ഷിഗല്ല പടരുന്നു. 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അവിടെ ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ദിമോണ, അരാദ് എന്നീ നഗരങ്ങളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 100ഓളം പേർക്ക് പരിക്കേറ്റു. ശക്തമായിട്ടുള്ള തിരിച്ചടി തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. അതേസമയം ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ല എങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അജയ് സുധാബിജു വിവരങ്ങൾ നൽകും. അജയ്, പശ്ചിമേഷ്യയിൽ അത്ര നല്ല മോർണിംഗ് അല്ല എങ്കിൽ പോലും ഇസ്രായേലിലെ ഈ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം, അത് ഈ അടിക്ക് തിരിച്ചടി എന്ന മട്ടിലാണല്ലോ. അത് എത്രത്തോളം രൂക്ഷമായിരുന്നു? വലിയ നാശനഷ്ടമുണ്ടോ? ഒരു നാശനഷ്ടം തന്നെയാണ് ഈ രണ്ട് ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളിലും റിപ്പോർട്ട് ചെയ്തത്. നിരവധി കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് 100ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഇതിൽ 88 പേരെ ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പലരുടെയും നില അതീവ ഗുരുതരം തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ സ്ക്രീനിൽ കാണാം തെക്കൻ ഇസ്രായേൽ നഗരങ്ങളിൽ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ തോത് എത്രമാത്രമാണ്. നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിലം പൊത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. കടുത്ത രീതിയിലുള്ള ആക്രമണമായിരുന്നു. ഇറാന്റെ ഈ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് ഇസ്രായേലിന്റെ സൈന്യം തന്നെ പരസ്യമായി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് തന്നെ സമ്മതിക്കുകയുണ്ടായി. രാജ്യത്തെ സൈന്യത്തിന്റെ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കും. ശക്തമായി തന്നെ തിരിച്ചടികൾ തുടരും. ശത്രുക്കൾക്ക് നേരെയുള്ള ആക്രമണം അത് ഇനിയും മുന്നോട്ട് പോകും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇതിനുശേഷം വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതുമാത്രമല്ല, രാജ്യത്തെ എല്ലാ സ്കൂളുകളുടെയും പ്രവർത്തനം നിലവിൽ താൽക്കാലികമായി വയ്ക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 50ലധികം ജനങ്ങൾ കൂടുന്ന എല്ലാതരം സമ്മേളനങ്ങളും ഉടൻ തന്നെ ബാൻ ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി മുതൽ അത്തരം സമ്മേളനങ്ങളൊന്നും പ്രത്യേക അനുമതിയില്ലാതെ കൂടാൻ പാടില്ല. അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ചില മേഖലകളിൽ മാത്രം ഇത്തരം സംവിധാനങ്ങൾ അത് അനുവദിക്കാം എന്നുള്ള നിലപാടാണ് നിലവിൽ ഇസ്രായേൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര കടുത്ത സാഹചര്യം തന്നെ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇറാൻ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈലാണ് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇത് ഇറാന്റെ അത്യാധുനികമായിട്ടുള്ള ഒരു മിസൈൽ ശേഷിയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. US പല ആവർത്തി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ
പൂർണ്ണമായി ഇല്ലാതാക്കി എന്നുള്ളത്. ട്രംപിൻ്റെ ഇന്നലെ പുറത്തു വന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ US അവരുടെ ലക്ഷ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു, ഇറാൻ്റെ എല്ലാ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിച്ചു എന്നാണ് US അവകാശപ്പെട്ടത്. എന്നാൽ ഈ 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് സിസ്റ്റമുള്ള ഇസ്രയേലിൻ്റെ സൈന്യത്തിൻ്റെ കണ്ണുവെട്ടിച്ച് നടന്ന ഈ ആക്രമണം അത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇറാനിലെ പല നേതാക്കളും അവകാശപ്പെടുന്നത് പോലെ അവരുടെ ആ ഒരു അത്യാധുനികമായിട്ടുള്ള മിസൈൽ സംവിധാനത്തിൻ്റെ ഒരു തോത് അത് എത്രമാത്രമാണ് എന്നതിൻ്റെ ഒരു അടയാളം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ ആക്രമണം. ഇത് ഇസ്രായേലിലുള്ള ഒരു പ്രധാന ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രത്തിന് സമീപമുള്ള 2 നഗരങ്ങളിലായിരുന്നു ആക്രമണം. ദിമോണ, അരാദ് എന്നീ നഗരങ്ങളിലായിരുന്നു ആക്രമണം നടന്നത്. ഇതിൽ ദിമോന എന്ന നഗരത്തിലുള്ള ആക്രമണമായിരുന്നു ഏറ്റവും രൂക്ഷമായിരുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേറ്റതായിട്ട് വിവരമുള്ളത്. ഈ ഇറാനകത്തുള്ള ഒരു നാറ്റ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ നടന്ന ആക്രമണമുണ്ട്. അത് കടുത്ത രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ള ആക്രമണമാണ്. എന്നാൽ ഇവിടെ മറ്റ് ആണവ ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാറ്റ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് നിലവിൽ ഇസ്രായേലിലുള്ള ഈ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും ഈ ഗവേഷണ കേന്ദ്രത്തിൽ മറ്റ് നാശനഷ്ടങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ആണവ ചോർച്ചയൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിവരം സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ശക്തമായിട്ടുള്ള തിരിച്ചടികൾ അത് ശത്രുക്കൾക്ക് നേരെ തുടരും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില സമാധാന ശ്രമങ്ങളെല്ലാം ഉണ്ടായതായിട്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. വൈറ്റ് ഹൗസിലെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ വന്നത്. അമേരിക്ക ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഒരു സമാധാന ശ്രമത്തിന് ശ്രമിക്കുന്നതായിട്ട്. എന്നാൽ ഈ ആക്രമണം നടന്നതിന് ശേഷം അമേരിക്ക തങ്ങളുടെ നിലപാട് മാറ്റി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് പുതിയ തെളിവായിരിക്കുന്നത് ട്രംപിൻ്റെ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് തന്നെയാണ്. ഈ പോസ്റ്റിൽ ട്രംപ് പറയുന്നത് 48 മണിക്കൂർ സമയം ഇറാന് നൽകുന്നു, 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറക്കണം, ഇല്ലെങ്കിൽ ഇറാനകത്തുള്ള എല്ലാ പവർ പ്ലാന്റുകളും കേന്ദ്രീകരിച്ച് തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പവർ പ്ലാന്റ് കേന്ദ്രീകരിച്ച് തന്നെ ആദ്യത്തെ ആക്രമണം നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ട്രംപ് എടുത്തു സൂചിപ്പിക്കുന്നു, ഈ പോസ്റ്റ് ഇട്ട് കൃത്യം 48 മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നതാണ് ട്രംപിൻ്റെ ഒരു അന്ത്യശാസനം എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ഇപ്പോൾ ഇട്ടിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി 48 മണിക്കൂർ, 2 ദിവസത്തെ സമയമാണ് ഇറാന് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഹോർമുസ് തുറക്കണമെന്നതാണ് ട്രംപിൻ്റെ നിർദ്ദേശം. എന്നാൽ ട്രംപ് ഇവിടെ ഒരു മലക്കം മറിച്ചിൽ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു എക്സ് പോസ്റ്റിലൂടെ, അത് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഇപ്പോഴും ടാഗ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണാൻ സാധിക്കുന്നത് ആ പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ്. US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അരികിലെത്തിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഹോർമുസിൻ്റെ സുരക്ഷ അത് US-ൻ്റെ ഉത്തരവാദിത്തമല്ല. ഇതുവഴി ഹോർമുസ് കടലിടുക്ക് വഴി US യാതൊരു വ്യാപാരവും നടത്തുന്നില്ല. ഇത് അതുവഴി വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ, പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഹോർമുസ് ഉടൻ തുറക്കണം, ഇല്ലെങ്കിൽ US ആക്രമണം നടത്തും എന്നതാണ് ട്രംപ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇസ്രയേലിൽ നടന്നിട്ടുള്ള ഈ ആക്രമണമാണോ ട്രംപിൻ്റെ മനംമാറ്റത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി തന്നെ ഈ ആക്രമണത്തെ അപലപിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിന് ഇന്നൊരു നല്ല ഈവനിങ് ആയിരുന്നില്ല, ഇത് ശക്തമായിട്ടുള്ള വളരെ മോശം രീതിയിലുള്ള ആക്രമണമാണ് നടന്നത്. അവിടെയുള്ള സാധാരണ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഉൾപ്പെടെ ശക്തി അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുൾപ്പെടെ നെതന്യാഹു പറഞ്ഞു. മാത്രമല്ല, യുദ്ധം കൂടുതൽ ദിവസം നീളും എന്നതിൻ്റെ സൂചനകളാണ് ഇസ്രയേലിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇത് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ടെഹ്റാനിലുള്ള സർക്കാർ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയതായിട്ട് IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതിപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇതിൻ്റെ മറ്റ് നാശനഷ്ടങ്ങൾ വിവരങ്ങളൊന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. ടെഹ്റാനിലെ സർക്കാർ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ IDF പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതേസമയം ഹോർമുസ് കേന്ദ്രീകരിച്ച് ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് വിവരങ്ങളുണ്ട്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് നിലവിലൊരു ആക്രമണം UAEയുടെ തീരത്ത് നിന്ന് 11 നോട്ടിക്കൽ മൈൽ
മൈൽ അകലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കണ്ടെയ്നർ കാരിയർ ആക്രമിക്കപ്പെട്ടു എന്നാണ് വിവരമുള്ളത്. എന്നാൽ ഇതിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും സുരക്ഷിതമാണെന്നും UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്തതായിട്ടുള്ള വിവരമുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഒരു ടെക്നിക്കൽ മാൽഫങ്ഷൻ നടന്നത് കാരണമാണ് ഇത്തരമൊരു ഹെലികോപ്റ്റർ ക്രാഷ് ഉണ്ടായതെന്നാണ് വിവരം. ഈ ഹെലികോപ്റ്റർ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ IRGC അവകാശപ്പെടുന്നത് കുവൈറ്റിലുള്ള അലി അൽ സലീം എയർബേസും അതുപോലെ തന്നെ UAE-യിലുള്ള അൽ മിനാബ് അതുപോലെ തന്നെ അൽ ദഫ്ന എയർബേസുകളിൽ ആക്രമണം നടത്തി എന്നാണ് IRGC അവകാശപ്പെടുന്നത്. 200-ലധികം പേരെ ഈ ആക്രമണങ്ങളിലൂടെ വധിച്ചതായിട്ടും IRGC അവകാശപ്പെടുന്നു. എന്നാൽ ഇതിൽ നിന്ന് US ആണ് ഈ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ ഇതിൽ US-ന്റെ ഭാഗത്ത് നിന്ന് മറ്റ് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഈ US ഉപയോഗിച്ചു വന്നിരുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ പ്രധാന എയർബേസുകളിലേക്ക് നടന്ന ആക്രമണവും ഇസ്രായേലിലേക്ക് നിലവിൽ നടന്നിട്ടുള്ള ഈ ശക്തമായിട്ടുള്ള തിരിച്ചടി, ഇത് രണ്ടും ചിലപ്പോൾ ട്രംപ് ഈ പുതിയ പ്രസ്താവനയ്ക്ക് കാരണമായിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് കരുതേണ്ടത്. റൈറ്റ് അജയ്, ഇതിനിടയിൽ തന്നെ ഈ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണം അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവുമെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അതിനിടയിലും അമേരിക്ക ചില സമാധാന ശ്രമങ്ങൾക്കുള്ള നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. അത്തരത്തിൽ ശരിക്കും അമേരിക്ക ഒരു ചർച്ചയ്ക്കുള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഇത് വൈറ്റ് ഹൗസിലെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക ഒരു സമാധാന ശ്രമത്തിന് നീക്കം നടത്തുന്നു. ട്രംപ് തനിക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞതായിട്ട് ഈ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇസ്രായേലിലെ ഇത്ര വലിയ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, രാജ്യാന്തര വിദഗ്ധൻ. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഈ ഇസ്രായേലിലെ ഈ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം, അവിടെ ആണവ വികിരണമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതും ആണവ രാജ്യാന്തര ഏജൻസി പറയുന്നതും അത്തരത്തിലാണ്. പക്ഷേ അതൊരു നല്ല സൂചനയല്ലല്ലോ. മാത്രമല്ല ഇതിനിടയിൽ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും അന്ത്യശാസനമൊക്കെ നൽകുന്നു. ഇത് പെട്ടെന്ന് തീരുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഇത് അങ്ങനെ പെട്ടെന്ന് തീരുമെന്ന് കരുതാൻ കഴിയുമോ? ആണവ നിലയങ്ങളിലേക്ക് ആദ്യമായിട്ടല്ല ആക്രമണം നടക്കുന്നത്. 2015 ജൂണിൽ നഥാൻസിലെയും ഫർദോയിലെയും ഇസ്ഫഹാനിലെയും ആണവ നിലയങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയ ഏതാണ്ട് യുദ്ധത്തിന്റെ അവസാന സ്റ്റേജിലാണ് 2025. ഇപ്പോൾ വീണ്ടും നഥാൻസ് ആക്രമണ വിധേയമായിരിക്കുന്നു. 2 ആഴ്ച മുൻപ് യുദ്ധത്തിന്റെ ഇടയിൽ വീണ്ടും ആക്രമണ വിധേയമായതാണ്. അതുകൊണ്ട് നിരന്തരമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ആണവ വികിരണം ഉണ്ടാകുമെന്ന ഭയപ്പാടുണ്ട് ലോകത്തിന്. പക്ഷേ അത് സംഭവിച്ചതായി സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നും തന്നെയില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിഗമനങ്ങൾ അനുസരിച്ച് ശക്തമായ ആക്രമണം നടന്നുവെങ്കിലും ആണവ വികിരണങ്ങളില്ല എന്നതാണ് ഭാഗ്യം. രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ, ബലം പ്രയോഗിച്ച് തുറക്കാൻ അമേരിക്ക ഒരു നിർദ്ദേശം നൽകിയിരുന്നു 2 ദിവസം മുൻപ്. അത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ബലപ്രയോഗ ആഹ്വാനമാണ്. എന്തുകൊണ്ട് നേറ്റോ സഖ്യകക്ഷികൾ തങ്ങളോടൊപ്പം ചേരുന്നില്ല? എന്തുകൊണ്ട് റഷ്യക്കും ചൈനയ്ക്കും കൂടി കടന്നു വരും? ഇതെല്ലാവരുടെയും ആവശ്യമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധക്കപ്പലുകൾ അയക്കുന്നില്ല? ഒരുമിച്ച് ബലപ്രയോഗത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നിടാം. ആദ്യം ട്രംപിന്റെ പ്രപ്പോസൽ അനുസരിച്ച് ആദ്യം താഴ്ന്നു പറക്കുന്ന യുദ്ധ വിമാനങ്ങൾ ഉപരിതലത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും തച്ചുടയ്ക്കുകയും ഷിപ്പുകൾ തകർക്കുകയും, പോസിബിൾ ഇറാനിയൻ ഷിപ്സ്, ഗൺ ബോട്ടുകളെല്ലാം തകർക്കുകയും പിന്നീട് അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ സുഗമമാക്കുകയും ചെയ്തതിനു ശേഷം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഹോർമൂസിലേക്ക് കടന്നു വരാനാവും. മൈൻവാരി കപ്പലുകൾ, മൈനുകൾ മുഴുവൻ മാറ്റിയതിനു ശേഷം യുദ്ധക്കപ്പലുകൾ കടന്നു വരാനാവും എന്ന രീതിയിൽ അതിനുശേഷം ചരക്ക് കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാനുള്ള പാതയൊരുക്കും എന്നതായിരുന്നു ഒറിജിനൽ പ്രപ്പോസൽ. പക്ഷേ യൂറോപ്യൻ സഖ്യകക്ഷികൾ, അമേരിക്കയുടെ നേറ്റോ സഖ്യകക്ഷികൾ അതിനോട് തീരെ അനുരൂപമായിട്ടല്ല പ്രവർത്തിച്ചതും പ്രതികരിച്ചതും. യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുന്നതിൽ തങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല, അതേസമയം സമാധാന ദൗത്യങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്ന രീതിയിലാണ് ഹോർമൂസ് തുറക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോഴും ട്രംപിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അമേരിക്ക സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ യൂറോപ്യൻ ശക്തികൾ വിസമ്മതിച്ചു. വലിയ അലോസരമാണ് ട്രംപിന് ഉണ്ടായത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഹോർമൂസ് കടലിടുക്ക് എല്ലാവരുടെയും ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമല്ല.
പ്രത്യേകിച്ച് ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ ആവശ്യമാണ് അവിടെ നിന്നും എണ്ണ കൊണ്ടുപോകേണ്ടത്. ചൈനയുടെ ആവശ്യത്തിന് 90%, ജപ്പാന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ 95% കടന്നു പോകേണ്ടത് ഹോർമൂസിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഹോർമൂസ് സുരക്ഷിതമാക്കി വെക്കുക, തങ്ങൾക്ക് മാത്രമായി അതിലൊരു ഗൂഢലക്ഷ്യമില്ല എന്ന് അമേരിക്ക തുറന്നു പറയുകയാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, മറ്റൊരു കമ്മ്യൂണിക്കേഷനിൽ ട്രംപ് പറയുന്നത് യുദ്ധം ഏതാണ്ട് പൂർണ്ണതയിലെത്തുകയാണ്, തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു പാതയിലാണ്. അതുകൊണ്ട് അധികം മുന്നോട്ട് പോവില്ല യുദ്ധം. തങ്ങൾ ഉദ്ദേശിച്ച മാണവ ശേഖരം തകർത്തു കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ സിറ്റീസ് എന്ന് പറയുന്ന മിസൈൽ ശേഖരങ്ങളുടെ വലിയ പങ്ക് നശിപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ പ്രോക്സികളെ കാര്യമായി സഹായിക്കാവുന്ന തോതിലല്ല. അതുകൊണ്ട് യുദ്ധം ഒരുപക്ഷെ അവസാനിക്കും എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഇറാൻ അതൊന്നും ചെവിക്കൊണ്ട മട്ടില്ല. ഇറാൻ വലിയ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UAE-യിലേക്ക്, അജ്മാനിലേക്കും ഫ്യുജറയിലേക്കും ഒക്കെ വൻ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി അടിച്ചുവിട്ടത്. അതുമാത്രമല്ല, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ട് ഏതാണ്ട് 4000 കിലോമീറ്റർ അകലെയുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സേനാ താവളമായ, സംയുക്ത നാവിക വ്യോമ താവളമായ ഡീഗോ ഗാർഷ്യ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മൗറീഷ്യസിന് സമീപമുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക് ഇതായിക്കാണ്. കേവലം 25-30 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഡീഗോ ഗാർഷ്യ വളരെ സുരക്ഷിതമായ മേഖലയായി അമേരിക്ക കരുതപ്പെട്ട ഒരു മേഖലയാണ്. അത് മുഖ്യ ഭൂഖണ്ഡങ്ങളിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമെല്ലാം ഏറെ അകലെ കിടക്കുന്ന പ്രദേശത്തേക്ക് 2 മിസൈൽ അയക്കാൻ ഇറാൻ ധൈര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറാന്റെ പോരാട്ട ശേഷി പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതാനും ആവില്ല. അമേരിക്കയുടെ നിരന്തരമായ ക്ലെയിമാണ്, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ക്ലെയിമാണ്, ഇറാനിന് അധിക പ്രഹരശേഷി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പ്ലാനുകൾ റിവ്യൂ ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനില്ല. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇറാന്റെ കപ്പലുകൾ ലോകത്തെ വിവിധ കടലുകളിലായി എണ്ണയുമായി കുരുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ, ഓൾറെഡി അത് ഇറാൻ തീരം വിട്ട കപ്പലുകളാണ്. ആ കപ്പലുകളിലുള്ള ഏതാണ്ട് 14 കോടി ബാരൽ എണ്ണ ലോക വിപണികളിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതിനെതിരെയുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ് എന്നൊരു പോളിസിയാണ്. ഒരു നിമിഷം ഇറാന് ഒരുപക്ഷെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, ഇറാൻ എണ്ണ വിറ്റുകൊള്ളട്ടെ, അങ്ങനെ എണ്ണ ഷോക്കിൽ നിന്നും ലോകം മാറട്ടെ, ലോക വിപണികളിൽ എണ്ണ വില തീ പിടിക്കാതിരിക്കട്ടെ എന്ന ഒരു സമമായ നിർദ്ദേശം അമേരിക്ക കൊണ്ടുവരുമ്പോൾ മറുപക്ഷത്ത് ഇറാനെതിരെ സമ്പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതുകൊണ്ട് 2 സ്വരത്തിൽ സംസാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് ഇപ്പോൾ കാണുന്നത്. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇതൊന്നും ചെവിക്കൊണ്ട മട്ടില്ല എന്ന് തോന്നുന്നു. വളരെ പെട്ടെന്ന് ഇതൊരു അവസാനത്തിലേക്ക് എത്തുമെന്ന് കരുതുകയും പ്രയാസകരമാണ്. എന്നാലും ആക്രമണം അത് ഇസ്രായേലിലെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. ആണവ കേന്ദ്രത്തിൽ കേടുപാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെ വളരെ സാരമായി കേടുപാട് സംഭവിച്ച സാഹചര്യമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ. നമ്മൾക്ക് ഇനി പോകേണ്ടത് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്കാണ്. അവിടെ സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ എന്തൊക്കെ സംസാരിക്കുന്നു, പറയുന്നു, ചർച്ച ചെയ്യുന്നു ഒക്കെ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. കാണുക തെരഞ്ഞെടുപ്പ് രംഗം ഗംഭീരമാക്കി മുന്നണി. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ഗാനങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിലായി 48 കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും. മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന് നാളെ പത്തനംതിട്ടയിലാണ് തുടക്കം. CPIM നേതാക്കളായിട്ടുള്ള MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, വിജു കൃഷ്ണൻ, മറിയം ധാവലെ, സുഭാഷിണി അലി എന്നിവരും വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു എങ്കിലും LDFിനും UDFിനും പുതിയ വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിമതരായി മത്സരിക്കുന്നതാണ് ലീഗിന് തലവേദന.
പൊന്നാനിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TM സിദ്ദിഖ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മണ്ഡലം സെക്രട്ടറി ചുമതല ഒഴിഞ്ഞ് അവധിയിൽ പ്രവേശിച്ചതാണ് CPM-നെ പ്രതിസന്ധിയിലാക്കിയത്. CB അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ മലപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വാർത്തയിൽ ഇടം പിടിച്ച ഒരു ജില്ലയാണ്. ഇപ്പോൾ മങ്കട അത് ലീഗിന്, പൊന്നാനി അത് LDF-ന് അല്ലെങ്കിൽ CPM-ന്. എന്താണ് മലപ്പുറത്തെ ഈ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് കാരണം അനുമോദ്? മോർണിംഗ് എൽദോ, നേരത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതായിരുന്നു. ഇന്നലെ വരെ മലപ്പുറത്ത് LDF-ന് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടെ അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഉറച്ച കോട്ടയായിട്ടുള്ള പൊന്നാനിയിലെ അവിടുത്തെ പൊന്നാനി മണ്ഡലത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന മണ്ഡലം സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന TM സിദ്ദിഖ് ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിയിൽ പോയതാണ്. ചുമതല ഒഴിഞ്ഞതാണ് ഒരു പ്രതിസന്ധിയാക്കിയിരിക്കുന്നത്. TM സിദ്ദിഖിനെ നമുക്കറിയാം, അദ്ദേഹം പൊന്നാനിയിൽ നിന്നുള്ള നേതാവാണ്. അവിടെ ഏറെ ജനീയ അടിത്തറയുള്ള നേതാവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം പരസ്യപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും അദ്ദേഹത്തെ പിന്നീട് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുകയും അതിനുശേഷമാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് ജില്ലാ സെക്രട്ടറി അംഗമാക്കുകയും ചെയ്തത്. ഇത്തവണയും അദ്ദേഹത്തിന് സീറ്റിന് അർഹതയുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. പകരം MK സക്കീറാണ് അവിടെ മത്സരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളെല്ലാം തന്നെ ശരിയാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം അതിനുള്ള ചികിത്സ തേടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴുള്ളത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ഉള്ളത്. ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ വളരെ കൃത്യമായതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കുന്നൊരു പ്രതിസന്ധി അവിടുത്തെ പ്രചരണത്തെയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ വലിയ ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള നേതാവാണ് TM സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ അഭാവം അവിടെ പ്രചരണത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ നേരത്തെ തന്നെ KP നൗഷാദ് അലി ആ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രചരണം വളരെ ശക്തമാക്കിയിരുന്നു. താഴെത്തട്ട് മുതൽ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രചരണം നടത്തിയതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായ ബേസ് UDF-നുണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന സമയത്താണ് തീരദേശത്തു നിന്നുള്ള അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന അവിടുത്തെ വലിയ സ്വാധീനമുള്ള നേതാവായ TM സിദ്ദിഖ് ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിയെടുക്കുന്നത്. ഇത് പ്രചരണത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇനി അദ്ദേഹം ആഹ്വാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷേ അദ്ദേഹം നേരിട്ട് പ്രചരണത്തിൽ ഇറങ്ങുന്നതിൻ്റെ ഒരു മാറ്റം വേറെ തന്നെയായിരിക്കും. അത് എങ്ങനെയായിരിക്കും മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് പൊന്നാനിയെ ബാധിക്കുന്ന ഒരു വലിയ ആലോചനയുള്ളത്. ഖലീമുദ്ദീൻ, അദ്ദേഹം പഴയ ഏരിയ സെക്രട്ടറി അംഗമാണ്. അദ്ദേഹവും പൊന്നാനിക്കാരനാണ്. അദ്ദേഹത്തിനാണ് പകരം ചുമതല നൽകിയിട്ടുള്ളത്. പക്ഷേ TM സിദ്ദിഖിൻ്റെ അഭാവം എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് LDF-ന് പൊന്നാനിയിൽ തലവേദനയായിട്ടുള്ളത്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ലീഗിലെ മങ്കടയെക്കുറിച്ചാണ്. മങ്കടയിലെ കുന്നത്ത് മുഹമ്മദ് ലീഗ് വിമതനാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അദ്ദേഹം മഞ്ഞളാംകുഴിയിലേക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ കുറിപ്പിടുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തെ മണ്ഡലം പ്രസിഡന്റ് പദവിയിൽ നീക്കി. തുടർന്ന് അദ്ദേഹം ഇന്നലെ പത്രിക സമർപ്പിച്ചതോടെ ലീഗ് വിമതനാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നേരത്തെ തന്നെ LDF MP അലവിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ പിൻവലിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ മരവിപ്പിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനുള്ള ഒരു ആലോചനയാണ്, തീരുമാനമാണ് LDF എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ച് അതുവരെ ലീഗിൻ്റെ ഉണ്ടായിരുന്ന പ്രാദേശികമായിട്ട് അത്യാവശ്യം ഒരു ബേസുള്ള ഒരു ജനങ്ങളുമായി ബന്ധമുള്ളൊരു നേതാവ് LDF-ന്റെ ഭാഗത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കാനുള്ള തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 8 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കുന്നത്ത് മുഹമ്മദിനുള്ള നടപടി കൂടി പറയാൻ വേണ്ടിയായിരിക്കാം ആ ഒരു വാർത്താ സമ്മേളനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ഒരു പ്രതിസന്ധി ചെറിയ ലീഗ് പറയുന്നത് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, മഞ്ഞളാംകുഴിയിൽ ഇതിനേക്കാളൊക്കെ ജനകീയതയുള്ള നേതാവാണ് എന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തലവേദന മങ്കടയിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അനുമോദേ, ഇതിനിടയിലാണല്ലോ ഇനി ഇടതുമുന്നണിക്ക് മറ്റൊരു വെല്ലുവിളി വരുന്നത്. കാരാട്ട് റസാഖ് മുൻ MLA ഇടതുമുന്നണിനെ മൊഴി ചൊല്ലി വീണ്ടും ലീഗിനെ ഭരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു നീക്കമായിട്ട് തന്നെ വേണം കാണുവാൻ. കൊടുവള്ളിയിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം. 2016 അദ്ദേഹം ലീഗിനെതിരെ മത്സരിച്ച് വിജയിച്ച ഒരു നേതാവ് കൂടിയാണ്. MA റസാഖിനെയാണ് അദ്ദേഹം 573 വോട്ടിൽ നിന്ന് തോൽപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ തവണ അദ്ദേഹം MK മുനീറിനെതിരെ മത്സരിച്ചെങ്കിലും വിജയം കൈവരിക്കാനായില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം LDF-ന്റെ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ LDF അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചില്ല. പകരം സലീം മടവൂരിനാണ് അവിടെ സീറ്റ് നൽകിയത്. അതേ തുടർന്ന് അദ്ദേഹം ആ സീറ്റ് ലഭിക്കാത്തതിന് നിരാശ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൽ തിരിച്ചെത്തുന്നത് അവിടെ
കൊടുവള്ളിയിൽ ലീഗിൽ ഒരു ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആ ഒരു ഘട്ടത്തിൽ ലീഗിനെ സംബന്ധിച്ച് വലിയ പിന്തുണയാകും അദ്ദേഹത്തിൻ്റെ കാരട്ട് റസാഖിൻ്റെ തിരിച്ചുവരവ്. പി കെ ഫിറോസിനെ സംബന്ധിച്ച് അവിടെ പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര കലാപങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള വെല്ലുവിളികളെ മറികടക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFനെ സംബന്ധിച്ച് അവിടെ ഇദ്ദേഹം കൂടി ലീഗ് ചേരിയിൽ പ്രചരണത്തിനിറങ്ങുന്നതോടെ കൊടുവള്ളിയിൽ LDFന് അല്പം വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ച്, പി കെ ഫിറോസിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിൽ കാരട്ട് റസാഖ് ലീഗിനൊപ്പം ചേരുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് പറയേണ്ടതില്ല. ഇന്ന് രാവിലെ 8 മണിയോടെ 8 മണിക്ക് മുമ്പായിട്ട് അദ്ദേഹം പാണക്കാട് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലീഗിലേക്കുള്ള തിരിച്ചുവരവിനെ കൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിനുശേഷം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ അനുമതി കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോലും CPMന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു കാരാട്ട് റസാഖിന്റെ ഭാഗത്ത് നിന്ന്. ഇത്തവണ ഒരു അവസരം കൂടി ഇല്ലാതായപ്പോൾ അതാണോ? ഇതിനിടയിൽ PV അൻവറുമായും ചർച്ച നടത്തിയതല്ലേ? അപ്പോഴും വാർത്തകൾ വന്നിരുന്നു മുന്നണി വിടാൻ പോകുന്നു, അൻവറിനൊപ്പം അദ്ദേഹം ചേരുമെന്നൊക്കെ. അപ്പോൾ ഈ കുറച്ച് നാളായി റസാഖ് ഈ LDF വിടാനുള്ള ആലോചനയിലായിരുന്നു അല്ലേ? തീർച്ചയായും കഴിഞ്ഞ PV അൻവർ LDFൽ അതൃപ്തരെയെല്ലാം തന്നെ ഒപ്പം ചേർത്ത് മറ്റൊരു സംവിധാനം രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനത്തെ സാഹചര്യം കണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ കാരട്ട് റസാഖിൻ്റെ പേര് പലതവണ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കേട്ടിരുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് പിന്നീട് അതിൽ അതൃപ്തിയുണ്ടായി അവരിൽ നിന്ന് അകലുന്ന ആളുകളെ എല്ലാം ഒപ്പം ചേർത്തുള്ളൊരു സംവിധാനമായിരുന്നു PV അൻവർ ഉദ്ദേശിച്ചിരുന്നത്. അന്ന് തന്നെ അദ്ദേഹം ഇടതുപക്ഷവുമായി അകന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. പിന്നീട് സീറ്റ് കൂടി ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നതോടെ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിനോടൊപ്പമായിരുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷെ അവിടെ UDFനെ സംബന്ധിച്ച് അല്പം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് കാരാട്ട് റസാഖ് ലീഗിലേക്ക് തിരിച്ചെത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് ലീഗിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവിടെ സ്വാധീനമുള്ളൊരു നേതാവാണ് കാരാട്ട് റസാഖ് എന്നിരിക്കെ അല്പം ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുള്ളത്. LDFനെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഒപ്പമില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒന്നല്ല എന്ന് പറയുമ്പോൾ പോലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വോട്ടും പ്രധാനമാകുന്ന ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിലെത്തിയ ഒരു വ്യക്തി UDFയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ പ്രതിസന്ധി തന്നെയാകുമെന്ന് പറയാതിരിക്കാനാവില്ല. ശരി, എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ മാറി മറിഞ്ഞ കാര്യങ്ങൾ നിൽക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നതാണ് കാരാട്ട് റസാഖ് വീണ്ടും ലീഗ് അംഗത്വം എടുക്കാൻ പോകുന്നു എന്നുള്ളത്. ഇനി അച്ഛൻ്റെ സ്മരണ വിറ്റ് പൈസ വാങ്ങുന്ന രാഷ്ട്രീയം ചാണ്ടി ഉമ്മൻ അവസാനിപ്പിക്കണമെന്ന് പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ വരുന്നുണ്ട്. ഈ പൈസ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? വീടുകളുടെ തറക്കല്ലിട്ടു എന്ന് കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയം മാത്രമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. മണ്ഡലത്തിൽ എത്ര വീടുകൾ കൊടുത്തുവെന്ന് മേൽവിലാസം സഹിതം പറയാൻ ചാണ്ടി ഉമ്മൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ പത്രപരസ്യങ്ങൾക്ക് നൽകിയ ശേഷമാണ് പോസ്റ്റർ പോലും ഇല്ലാതെയാണ് തൻ്റെ പ്രചാരണമെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ഇടപെടാത്ത MLA ആണ് ചാണ്ടി. കിഫ്ബി വഴിയുള്ള ഒരു പദ്ധതിയുടെ പ്രപ്പോസൽ പോലും കഴിഞ്ഞ 2 വർഷമായി ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടില്ല എന്നും KM രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായി പതിറ്റാണ്ടുകൾ അറിയപ്പെട്ട മണ്ഡലം. അതിന് തൊട്ടു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വൻ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത മണ്ഡലം. ഇത്തവണ KM രാധാകൃഷ്ണനാണ് CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ്. ഇത്തവണ അത് KM രാധാകൃഷ്ണ മണ്ഡലമായി മാറുമോ? തീർച്ചയായും മാറുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം. ഞാനൊരു 4 പതിറ്റാണ്ടായി പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ പാർട്ടിയുടെയും അതേപോലെ തന്നെ വിവിധ ജനാധിപത്യ വേദികളുടെയും പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നയാളാണ്. 2 ടൈം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. 1 ടൈം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 15 വർഷക്കാലം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. ഈ ഘട്ടങ്ങളിലെല്ലാം ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി ജനാധിപത്യപരമായി വാർഡുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുടെ ഒരു അനുഭവം ഭാവിയിൽ പുതുപ്പള്ളിയിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ 37,000-ൻ്റെ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉണ്ടാകുന്ന ഒരു തരംഗമാണെന്ന് വിചാരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പതിറ്റാണ്ടുകളായി തന്നെ UDF അത് നിലനിർത്തുകയാണ്. എങ്ങനെ അട്ടിമറിക്കും? അത് എന്താണ് അതിൻ്റെ ഒരു ഫോർമുല?
അട്ടിമറിയും ഫോർമുലയും ഒന്നും അല്ല പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന സാഹചര്യം എന്താ? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പാക്കിയ ഇടതുപക്ഷ സാമ്പത്തിക ബദലിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. അതിനനുസൃതമായി പുതുപ്പള്ളി വളർന്നു വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയ ബലാബലത്തിലെ വ്യത്യാസം കേവലം 14,200 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ തിരിച്ചു വരാൻ കഴിയും. അതിലുപരി കഴിഞ്ഞ 2.5 വർഷമായി ഒരു MLA യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു ജീവിത പ്രശ്നങ്ങളിലും വികസന പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടില്ല എന്നത് നിങ്ങൾ തടസ്സപ്പെടുത്തിയെന്നാണ് MLA പറയുന്നത്. അതായത് ബാക്കി പലയിടത്തും പലതും കൊണ്ടിരുന്നു, പക്ഷേ ഇടതുപക്ഷം സർക്കാർ അതിനെ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. സർക്കാർ അതിന് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ MLA ആയിരുന്നു. 13 പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 172 കോടി രൂപയുടെ വികസന പ്രവർത്തനം. ഇദ്ദേഹം 2.5 വർഷക്കാലമായി കിഫ്ബിയുടെ ബോർഡിന് പുതുപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് വർത്തമാനം പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹം ഏത് പ്രപ്പോസൽ കിഫ്ബി കൊടുത്തു എന്ന് ജനങ്ങളോട് തുറന്നു പറയണം. വികസന രംഗത്ത് ഒരു പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിൽ റോഡുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട് അദ്ദേഹം. അതിൽ പകുതി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ. ഏത് റോഡുകൾ? അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് നാട്ടിലെ ആളുകളോട് പറഞ്ഞത് എന്താണെന്നറിയാവും. കാരണം 4 വർഷക്കാലം അല്ലെ 4.5 വർഷം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനവും പൂർത്തീകരിക്കേണ്ടത്. അദ്ദേഹവും പിതാവും 55 വർഷമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. വ്യത്യസ്ത ഘട്ടങ്ങളിൽ മറ്റ് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇവർ ശ്രദ്ധിക്കുന്നില്ല? ഇവർക്കൊരു തോന്നലുണ്ട്, ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ഭൂരിപക്ഷത്തിൽ UDFന് ജയിക്കാൻ കഴിയും എന്ന ആ അബദ്ധ രാഷ്ട്രീയം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സ്വീകാര്യത സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വരുന്നു എന്ന ഒരനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ കുറേ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ വോട്ടായി മാറിയാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ജയിക്കില്ലേ? എവിടെ വീട് വെച്ച് കൊടുക്കുന്ന അദ്ദേഹം പറയുന്നത്? അദ്ദേഹം കൊടുത്തിരിക്കുന്ന 2 വീടുകളുടെ താക്കോല. നമുക്കൊരു കാര്യം മനസ്സിലാക്കാമല്ലോ, കേരളത്തിൽ ഈ ഫെബ്രുവരി 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5,364,000 വീടുകൾ ലൈഫിലൂടെ വിതരണം ചെയ്തതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം ലോകത്തെല്ലായിടത്തും ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അവിടെല്ലാം അദ്ദേഹം പോയി എന്നുള്ളതിൻ്റെ തെളിവ് നമുക്കറിയാം. എന്താ തെളിവ്? ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം അനുസ്മരണ ദിനാചരണ ചടങ്ങുകൾ നടന്നപ്പം മലയാള മനോരമയിൽ വന്ന സപ്ലിമെൻ്റ് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കാളിയായതിൻ്റെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൈസ എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത അച്ഛൻ്റെ സ്മരണ വിറ്റ് പൈസ വാങ്ങുന്ന ഒരു രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ? 25 വീടിൻ്റെ തറക്കല്ലായിട്ടിരിക്കുന്നത്. തറക്കല്ലിടാൻ എന്നെക്കൊണ്ടും കഴിയും. നമ്മൾ ആര് ശ്രമിച്ചാലും നാളെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് വീടുകളുടെ തറക്കല്ലിട്ടു എന്ന കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയം നമുക്ക് നടത്താൻ പറ്റും. കള്ളം പറയാണ് ചാണ്ടിയുമ്മ. അതിനെന്താ സംശയം? കള്ളം പറയുകയാണ്. വീട് കൊടുത്തതിൻ്റെ കൃത്യ എണ്ണം നിങ്ങളെ വിളിച്ചു നിർത്തി ഞാനിത് ഇത്ര വീടുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് ഏതെങ്കിലും പത്രക്കാരുടെ മുന്നിൽ അഡ്രസ്സും അല്ലെങ്കിൽ മേൽവിലാസം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5,364,000 അങ്ങനെ പറയണം. പോസ്റ്റർ പോലും ഇല്ലാതെ കൂടി ഇറങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് എനിക്കറിയില്ല. ഏതായാലും പോസ്റ്റർ വേണ്ട എന്ന് പറയുമ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. 4 പേജ അല്ലേ? അതേപോലെ എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹം സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനോരമയ്ക്ക് 1 പേജ് സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിക്കാൻ എത്ര രൂപയാണ്? ഏതാണ്ട് 14 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ ആകും. മനോരമയ്ക്ക് മാത്രം ഏകദേശം 60-70 ലക്ഷം രൂപയായിട്ടുണ്ട്. മറ്റ് മാധ്യമങ്ങളിലൂടെ കണക്കെടുക്കുമ്പം കോടിക്കണക്കിന് രൂപയുണ്ട്. നമ്മൾ പാവങ്ങൾ 50,000 രൂപയുടെ പോസ്റ്റർ അടിച്ച് നാട്ടിലെ സഖാക്കൾ ഒട്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും. അതുകൊണ്ട് ഈ സപ്ലിമെൻ്റ് കോടിക്കണക്കിന് രൂപയുടെ പ്രസിദ്ധീകരിച്ച് ആ പ്രചരണം നടത്തുന്ന അദ്ദേഹം പിന്നെ പോസ്റ്റർ ഇറക്കേണ്ട ഒരു കാര്യവുമില്ല. തട്ടിപ്പാണ് പറയുന്നതെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. അത് യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞല്ല. തട്ടിപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പത്രങ്ങളിലും സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. സൗജന്യമായി ഏതെങ്കിലും പത്ര ഉടമസ്ഥൻ സപ്ലിമെൻ്റ് ഇറക്കി കൊടുക്കുക ഇല്ല. ഇപ്പം കോടികൾ ഇപ്പോൾ പ്രചരണത്തിന് ചെലവഴിച്ച് കഴിഞ്ഞു. ഈ വിജയിക്കുമെന്ന് താങ്കൾ ആത്മവിശ്വാസമുണ്ട്? ഒരു ഭൂരിപക്ഷ പ്രവചനത്തിനുണ്ടോ? ഞാൻ ഭൂരിപക്ഷമൊന്നും പ്രവചിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അതിനനുകൂലമായ ഒരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട വലിയ ആളുകൾ അവരെല്ലാവരും
നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നേരിട്ട് അതായത് ചാണ്ടിയുമ്മനെ കൈയൊഴിഞ്ഞ് കോൺഗ്രസ്സുകാർ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ അത്തരം അടിയൊഴുക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അന്ധമായ വിശ്വാസം അത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിലും ജി ശ്രീജിത്ത് ചേരും നമ്മോടൊപ്പം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നു ശ്രീ കെ എം രാധാകൃഷ്ണൻ. ഈ ചാണ്ടിയുമ്മൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾക്കുള്ള വിയോജിപ്പുകൾ, ഒപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ കാര്യപ്രസക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ അദ്ദേഹം. എന്താണ് പുതുപ്പള്ളിയിലത്തെ ഇപ്പോഴത്തെ ഒരു പൾസ്? നമ്മൾ കേട്ടറിഞ്ഞ അതേ ഒരു ചലനം തന്നെയാണോ പുതുപ്പള്ളിയിലുള്ളത്? എൽദോ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ പരസ്യത്തിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ എന്നതിനപ്പുറം അതിഗുരുതരമായ ആരോപണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം, ഇടത് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അച്ഛന്റെ സ്മരണ വിറ്റ് പണമുണ്ടാക്കുന്ന ആളാണ് ചാണ്ടിയുമ്മൻ എന്ന ഒരുപക്ഷെ അതിഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അതായത് ലോകമെമ്പാടും അദ്ദേഹം യാത്ര നടക്കുന്നു, എല്ലായിടത്തും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, അതിൽ കൂടെ പണം വരുന്നുണ്ട്. ഈ പണം എവിടേക്ക് പോകുന്നു എന്ന കണക്ക് ചോദിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി. മാത്രമല്ല, ഒരുപാട് വീടുകൾ വെച്ച് നൽകി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വീടുകൾ ആകെ 2 വീടിന്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് കെ എം രാധാകൃഷ്ണൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബാക്കി വീടുകൾ എവിടെ, അതിന്റെ മേൽവിലാസം പുറത്തുവിടാൻ, മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കുകയാണ് കെ എം രാധാകൃഷ്ണൻ ചെയ്യുന്നത്. നമ്മൾ ഇതിലെടുത്ത് കാണേണ്ട ഒരു കാര്യം, ചാണ്ടിയുമ്മൻ തൊട്ടിപ്പുറത്ത് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ, നമ്മളോടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഒരു പോസ്റ്റർ വെക്കുന്നില്ല കാരണം അതിന് ലഭിക്കേണ്ട പണം അത് വീടുകൾ വെക്കുന്നതാണ് തൻ്റെ പദ്ധതി. താൻ ഇതിനകം തന്നെ നിരവധി വീടുകൾ വെച്ച് നൽകി എന്നതടക്കമുള്ള കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് തള്ളിക്കളയാണ്. അത് കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയമാണ് എന്നാണ് ഈ കെ എം രാധാകൃഷ്ണൻ തിരിച്ചടിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പുതുപ്പള്ളിയിൽ വീടിന്റെ ഒരു രാഷ്ട്രീയം ഉയർന്നു വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് യാഥാർത്ഥ്യമായി മാറുകയാണ്. അതിനെ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നേരിട്ട് അതിക്രമിക്കാറില്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് അതിനെ രാഷ്ട്രീയമായി ആക്രമിക്കാറുള്ളത്. പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥി തന്നെ, ഇടത് സ്ഥാനാർത്ഥി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ചാണ്ടിയുമ്മന്റെ ഒരു ആരോപണം സർക്കാർ വികസന പദ്ധതികൾ തടഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ കെ എം രാധാകൃഷ്ണൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 2.5 വർഷമായി ഒരു കിഫ്ബി പ്രോജക്റ്റിനെങ്കിലും പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടോ ചാണ്ടിയുമ്മൻ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. തൊട്ടപ്പുറത്ത് മോൻസ് ജോസഫ് ഏതാണ്ട് 13-ലധികം പദ്ധതികൾ നടപ്പിലാക്കിയെടുത്തു. അതായത് വികസന പദ്ധതികളടക്കം ചാണ്ടിയുമ്മൻ പരാജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ട് തന്നിലേക്ക് വരും, കോൺഗ്രസിലെ പല വിഭാഗങ്ങളും അതൃപ്തരാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പോര് അവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിന് ചാണ്ടിയുടെ മറുപടി എന്ത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചാണ്ടി വീടിന്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് താൻ മുന്നോട്ട് പോകുന്നത്. അവിടെ വികസനം വരണമെങ്കിൽ UDF സർക്കാർ കൂടി അധികാരത്തിൽ ഉണ്ടാകണം എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പോരിലേക്ക്, സ്ഥാനാർത്ഥികൾ നേരിട്ടുള്ള ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പുതുപ്പള്ളിയുടെ രാഷ്ട്രീയം മാറുകയാണ് എന്നാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 37,000-ൽ പരം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം നേടിയൊരു മണ്ഡലമാണ്. പക്ഷെ അവിടെ കെ എം രാധാകൃഷ്ണന്റെ വലിയ അവകാശവാദമുണ്ട്. അത് എത്രത്തോളം വിജയിക്കാമെന്നത്, എത്രത്തോളം അദ്ദേഹത്തിന്റെ അവകാശവാദം യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കും എന്നുള്ളതിന് ഇനിയും പ്രവചനം 1-2 ആഴ്ച കൂടി ബാക്കിയുണ്ട്. തീർച്ചയായും കോൺഗ്രസ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ LDF ക്യാമ്പിന് അത്രത്തോളം ആത്മവിശ്വാസമുണ്ടോ എന്നത് സംശയം തന്നെയാണ്. കാരണം ഇത്ര വലിയ ഭൂരിപക്ഷം, 2.5 വർഷം മാത്രമായ ഒരു MLA, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ചാണ്ടിയെ എതിർക്കുക, ചാണ്ടിയെ തുറന്നു കാട്ടുക എന്ന തന്ത്രമാണ് സ്ഥാനാർത്ഥി തന്നെ ചെയ്തിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശ്രീജിത്ത്, ഈ ലാസ്റ്റ് കണ്ട ഒരു വിഷ്വൽ വെച്ച് മാത്രം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പോസ്റ്റർ പ്രചാരണം ഇല്ല, അപ്പോൾ നമ്മൾ വിഷ്വൽ കൊടുത്തത് ഈ ചാണ്ടിയുമ്മൻ സൈക്കിളിൽ പോകുന്ന സൈക്കിളിലെ പ്രചാരണമൊക്കെയാണല്ലോ. നേരത്തെ ചാണ്ടി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവൊക്കെ വെച്ചിരുന്നു. ഈ മറ്റ് നേതാക്കളില്ലേ മണ്ഡലത്തിലെത്തുന്നത്, അവർക്കൊക്കെ ഇങ്ങനെ അതിവേഗത്തിൽ ഓടിയെത്താൻ കഴിയുന്നുണ്ടോ ചാണ്ടിക്കൊപ്പം? തീർച്ചയായും ചാണ്ടിയുടെ ഒരു ശൈലി അങ്ങനെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ വളരെ വേഗത്തിൽ നടത്തമായിരുന്നു പ്രധാന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ചാണ്ടിയോട് സംസാരിച്ചപ്പോഴടക്കം പറഞ്ഞാണ്, മാധ്യമപ്രവർത്തകർക്കടക്കം ഓടി നടന്ന് ചാണ്ടിക്കൊപ്പം കഴിഞ്ഞ തവണ എത്താനൊക്കെ ബുദ്ധിമുട്ടിയാണ്. ഇത്തവണ ചാണ്ടി ഒന്നുകൂടി മാറിയിട്ടുണ്ട്. സൈക്കിളിലാണ് കൂടുതൽ പ്രചരണം. അത് സൈക്കിൾ പ്രചരണം
ഈ കഴിഞ്ഞ ഇപ്പോൾ പ്രചരണം നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം സൈക്കിളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇടയ്ക്ക് കാൽനടയായിട്ടുള്ള പദയാത്രകളും പല പരിപാടികളും സഞ്ചരിച്ചിരുന്നു. ചാണ്ടിക്ക് ഇതൊരു ചാണ്ടിയുടെ പ്രചരണ ശീലമാണ്. പിന്നെ ആ മണ്ഡലത്തിലുള്ള പ്രവർത്തകർ സ്വാഭാവികമായും ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ചാണ്ടിക്കൊപ്പം ഓടുകയാണെങ്കിൽ കൂടെ ഓടി എത്തുക എന്നുള്ളത് വെല്ലുവിളിയാണ്. പിന്നെ യുവാക്കളാണ് ചാണ്ടിക്കൊപ്പം കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ സാധ്യമാകാൻ സാധ്യത അത് ഓടിയെത്താൻ കഴിയുമായിരിക്കും. പക്ഷേ മുതിർന്ന നേതാക്കൾ വേദികളിൽ പ്രസംഗിച്ച് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു ഓട്ടത്തിനൊപ്പം ഓടുക എന്നുള്ള തന്ത്രം അവരും മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. അതായിരിക്കും നല്ലത്. എന്താണ് മുതിർന്ന നേതാക്കൾക്ക് ഈ സൈക്കിളിൽ ഒപ്പത്തിനൊപ്പം പിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എന്താണ് വേദികളിലെത്തി പ്രസംഗിച്ച് പോവുക എന്നുള്ളതായിരിക്കും അവർ എടുക്കുന്ന അവിടുത്തെ ടാക്ടിക്സ് എന്ന് തോന്നുന്നു. എന്താണ് ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് ചേർന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതു കോട്ടയായി ഉറച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ. മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമാകും? ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വിശദമാക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ ഇക്കുറി വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ശ്രദ്ധേയമായത് അത് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചാണ്. ഇന്നലെ ഇടത് സ്ഥാനാർത്ഥിയും ഒപ്പം ജി സുധാകരന് മുന്നിലെത്തിയപ്പോൾ പരസ്പരം സംസാരിക്കാതെ ഒക്കെ കണ്ട് ചിരിച്ചങ്ങ് പോയി. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആലപ്പുഴ മണ്ഡലം ആലപ്പുഴ ജില്ല ഒരു അമ്പലപ്പുഴ പ്രഭാവം ഉണ്ടാകുമോ ആകെ മൊത്തത്തിൽ എന്നുള്ളതാണ്. എൽദോ, അമ്പലപ്പുഴ മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. വളരെ വാശിയേറിയൊരു മത്സരം. രാഷ്ട്രീയമായി വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടത് കോട്ടയായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള മധ്യകേരളത്തിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് ഇടതുമുന്നണി അവർ ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ജില്ലകളിൽ ഒന്നുകൂടിയാണ് ആലപ്പുഴ എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ ഇത്തവണ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായ ചർച്ചകൾ നടന്ന ഒരിടം എന്നുള്ളതാണ്. ജി സുധാകരൻ CPM വിട്ടുപോകുന്നതടക്കമുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തന്നെ തിരികൊളുത്തിവിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴയിൽ മത്സരം വളരെ കടുത്ത മത്സരം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം നിലവിൽ ജി സുധാകരൻ നേതൃത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തി പുറത്തേക്ക് പോയൊരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെയെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്ക് ഉള്ള ഒരു ജില്ലയാണ് ആ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ആലപ്പുഴയിലെ. അതുകൊണ്ട് അവിടെ എല്ലാ മെഷീനറീസും ഇറക്കി എങ്ങനെ ജി സുധാകരനെ പോലെയുള്ള ഒരാളെ പ്രതിരോധിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ. ഇന്നലെ തന്നെയാണെങ്കിൽ തന്നെ നോമിനേഷൻ നൽകാൻ വരുമ്പോൾ തന്നെയാണെങ്കിലും സലാമും സലാം സിറ്റിംഗ് MLA ആണ്, LDF സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ജി സുധാകരനും എത്തുമ്പോൾ ആ ഒരു നോമിനേഷൻ നൽകാൻ എത്തുന്ന ആ ഒരു സമയത്ത് പോലും ഒരു ശക്തി പ്രകടനം പോലെയായിരുന്നു അമ്പലപ്പുഴ വന്നിരുന്നത്. പക്ഷേ അമ്പലപ്പുഴ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് അത്ര എളുപ്പത്തിൽ കയറിപ്പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നല്ല വർക്ക് തന്നെ ഇടതുപക്ഷത്തിന് എടുക്കേണ്ടി വരും. കാരണം തുടർച്ചയായ മത്സരത്തിൽ അമ്പലപ്പുഴയിൽ വിജയിച്ച അമ്പലപ്പുഴക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ജി സുധാകരനോടാണ് അവിടെ LDFന് മുന്നിട്ട് അല്ലെങ്കിൽ മുട്ടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അമ്പലപ്പുഴയിൽ മത്സരം LDFും ഒപ്പം തന്നെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ UDF പിന്തുണയോടെ എത്തിയ ജി സുധാകരൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് സജി ചെറിയാൻ മത്സരിക്കുന്ന ചെങ്ങന്നൂർ മണ്ഡലമാണ്. ചെങ്ങന്നൂര് തുടക്കത്തിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് എന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിച്ച് അവിടെ മികച്ച മത്സരം ഉണ്ടാകും. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 5 പഞ്ചായത്തുകൾ കിട്ടിയവർ 9 പഞ്ചായത്തുകളിൽ 5 ഇടത്തും BJP അധികാരത്തിലെത്തിയ മണ്ഡലമാണ് ചെങ്ങന്നൂർ. അതുകൊണ്ട് തന്നെ ഇത്തവണ A ക്ലാസ് മണ്ഡലമാകുമ്പോൾ അവർക്ക് ആ ഒരു അടിത്തട്ടിൽ തന്നെ ഒരു വർക്ക് എടുത്തിരുന്നൊരു സ്ഥലം കൂടിയാണ്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് BJPയുടെ സന്ദീപ് വചസ്പതി ആയിരുന്നു. കാരണം തെക്കൻ ഭാഗത്ത് ജില്ലയുടെ ചുമതല സന്ദീപിനായിരുന്നു. പക്ഷേ
സന്ദീപ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമെന്ന് കരുതിക്കൂട്ടി അവിടെ വളരെ മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്രതീക്ഷിതമായി സന്ദീപിന്റെ സ്ഥാനാർത്ഥിത്വം ഹരിപ്പാടേക്ക് മാറിയതോടുകൂടിയാണ് ചെങ്ങന്നൂർ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവിടെ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം BJPയുടെ ഭാഗത്തു നിന്നുകൂടി ഉയർന്ന, അല്ലെങ്കിൽ അതിനകത്തു നിന്നുകൂടി രഹസ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണം പുറത്തേക്ക് വന്നതോടുകൂടി ചെങ്ങന്നൂർ ഇപ്പോൾ സജി ചെറിയാന്റെ ഒരു ഏകപക്ഷീയ വിജയത്തിനായി വഴിയൊരുക്കുന്ന ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് BJP അവിടെ ശ്രമം നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. സജി ചെറിയാൻ കൃത്യമായ ആധിപത്യമുള്ള ഒരു ഇടമാണ്. കാരണം ആളുകളുമായുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെയധികം ഉറപ്പിച്ചു പോകുന്ന ഒരു തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെങ്ങന്നൂർ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ വെക്കുന്ന, ജയിച്ച് കയറും എന്നവർ കരുതുന്ന ഒരു ഇടം കൂടിയാണ്. തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ചേർത്തല മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ചേർത്തല നമുക്കറിയാം കഞ്ഞിക്കുഴിയും മുഹമ്മയും ഒക്കെ ഉള്ള കണർകാട്ടും കൃഷ്ണപിള്ള സ്മാരകവുമൊക്കെയുള്ള ഇടത് കോട്ടയാണ് ചേർത്തല. പക്ഷെ ചേർത്തലയിലും ഇത്തവണ മത്സരം എന്തായിരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ തൊട്ടടുത്തുള്ള ആലപ്പുഴയും അമ്പലപ്പുഴയും ഒക്കെ UDFന് കൂടി ചായ്വുള്ള മണ്ഡലങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ 13,000-വും 16,000-വും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ ഇടത് കുത്തക എന്ന് വിലയിരുത്തപ്പെട്ട ചേർത്തലയിൽ അവസാന റൗണ്ടിലേക്ക് വരും വരെയും P പ്രസാദ് 3000-ഓളം വോട്ടുകൾ മാത്രമാണ് ലീഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ ആണ് 6000 വോട്ട് നേടി അദ്ദേഹം ജയിക്കുന്നത്. അപ്പോൾ വലിയ ഭൂരിപക്ഷം ലഭ്യമാകുന്ന ഇടത്ത് അവിടെ കഴിഞ്ഞ തവണ ഒരു നിരങ്ങി കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത്തവണ മത്സരം അവിടെ പ്രാദേശികമായി തന്നെ ഉള്ള ആളാണ് രാജേന്ദ്ര പ്രസാദ്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെയും മത്സരം UDFും ഒപ്പം തന്നെ LDFും തമ്മിലാണ് നമുക്ക് പറയാം. കാരണം ഈ പറയുന്ന രീതിയിൽ BJPക്ക് കായംകുളം അടക്കമുള്ള ഇടങ്ങളിൽ NDAക്ക് കൃത്യമായ ഒരു ആധിപത്യം അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്ലെങ്കിൽ ആളുകളെ പ്ലേസ് ചെയ്യുന്നതിൽ അത്ര ഗുണകരമായ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് BJPയുടേത് അല്ലെങ്കിൽ NDAയുടേത്, BDJSന്റേത് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ആളുകളൊന്നും തന്നെ അവരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇടം പിടിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ചേർത്തലയിലേക്ക് ആലപ്പുഴയിൽ ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം ആ ജില്ലയിൽ ഉടനീളം ഉണ്ടാകും. അത് അമ്പലപ്പുഴ മാത്രമല്ല എന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ മണ്ഡലങ്ങളിലും വലിയ വലിയ പ്രതീക്ഷകൾ അതാത് മുന്നണികൾ പുലർത്തുകയും ചെയ്യുന്നു. ഇനി വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താതെ അദാനി കമ്പനിയുടെ ചുമലിലേറി നേട്ടം അവകാശപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോവളത്തെ UDF സ്ഥാനാർത്ഥി M വിൻസെന്റ്. യുവത്വത്തിന്റെ കരുത്തിൽ കോവളം തിരിച്ചുപിടിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സ്വതന്ത്രനായിട്ടുള്ള ഭഗത് റൂഫസ്. കോവളത്തിന്റെ വികസനത്തിന് BJP മാത്രമാണ് ഏക പ്രതീക്ഷ എന്നായിരുന്നു NDA സ്ഥാനാർത്ഥി TN സുരേഷിന്റെ പ്രതികരണം. കോവളം നിയോജക മണ്ഡലത്തിൽ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് 3 മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് MLA കൂടിയായ M വിൻസെന്റ് എന്നോടൊപ്പം ചേരുന്നു. എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് കോവളത്ത് ജനങ്ങൾക്കരികിലേക്ക് എത്തുന്നത്? ആത്മവിശ്വാസം, ജനങ്ങളിലുള്ള വിശ്വാസമാണ് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏത് സമയത്ത് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. അവൈലബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന ഒരു ആക്ഷേപം മരണ വീട്ടിലും കല്യാണ വീട്ടിലും കയറിയിറങ്ങി നടക്കുന്ന ഒരാളെന്നുള്ളതാണ്. പക്ഷെ അത് എനിക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുക്കാൻ ഞാൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിന്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നിയമസഭാ വേദിയിൽ വ്യക്തമായി അവതരിപ്പിക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വികസനം, ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി വികസനം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഒന്ന് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ വേദികളിൽ അതിശക്തമായി ഈ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങളുടെ വിവിധമായ വിഷയങ്ങൾ, കർഷകരുടെ വിഷയങ്ങളായിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളായിരുന്നാലും നെയ്ത്ത് തൊഴിലാളികളുടെ വിഷയങ്ങളായിരുന്നാലും വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഗവൺമെന്റ് തന്നെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാണിക്കാൻ സംസ്ഥാന സർക്കാരൊക്കെ ശ്രമിച്ചാൽ വിഴിഞ്ഞം പദ്ധതി, അതിന്റെ പിതൃത്വം, അതിനെ ചൊല്ലി ഇപ്പോഴും ഒരു അവകാശവാദം നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണേണ്ടത്, ഇത് പദ്ധതി ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പൊടുന്നനമേ ഒരു ആരംഭിക്കാൻ കഴിയുന്നതല്ല ഈ പദ്ധതി. അതിന്റെ എല്ലാ കടമ്പകളും, കോടതി കേസുകൾ, ഇതെല്ലാം കടന്നിട്ടാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു.
കേന്ദ്രത്തിന്റെ ഷിപ്പിംഗ് മന്ത്രി തൊട്ടടുത്ത് കന്യാകുമാരിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് പൊൻ രാധാകൃഷ്ണൻ. അദ്ദേഹം കുളച്ചലിൽ 20,000 കോടിയുടെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മളും നടക്കുകയാണ്. അത് വന്നാൽ ഇവിടുന്ന് ഏകദേശം 30-40 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടത്തെ എല്ലാ സവിശേഷതകളും അതിനുണ്ട് താനും. അന്ന് അത് തുടങ്ങിയിരുന്നെങ്കിൽ ഇത് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി കഠിനാധ്വാനം ചെയ്തിട്ടാണ് അത് വന്നത്. കോവളം മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഭഗത് റൂഫസ് എന്നോടൊപ്പം ചേരുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണയും ആവേശവും? ഇല്ല, തീർച്ചയായിട്ടും നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതുവരെയും കിട്ടുന്നത്. പ്രത്യേകിച്ച് അറിയാലോ, പ്രായം കൊണ്ട് അല്പം കുറവാണ് മറ്റ് MLA-മാർ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രസന്റ് MLA-മാരിൽ നിന്ന് അല്പം പ്രായം കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഓടിയെത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. എത്ര വയസ്സായി? 36 അങ്ങനെ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ സ്വന്തമായിട്ടൊരു MLA-യുടെ ഇനിഷ്യേറ്റീവിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ മണ്ഡലത്തിൽ കുറവാണ്. മറ്റ് 13 മണ്ഡലങ്ങളിലും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെ ആകപ്പാടെ നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ പുതുമയാർന്ന ആശയങ്ങളുള്ള തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MLA ആയാൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം കോവളത്തിന് വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നത്? അതായത് നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലമാണ് കോവളം. ഇപ്പോൾ നമ്മുടെ അറിയാലോ, വിഴിഞ്ഞം പോർട്ട് വരുന്നു. അവിടെ ഉള്ള ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന അവിടുത്തെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഒരു ആൾക്കാരായിട്ട് അവരെ മാറ്റുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് അവിടെ ഇല്ല. ഏക ശുദ്ധജല തടാകം നമ്മുടെ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ മണ്ഡലത്തിലെ വെങ്ങാനൂർ, നമ്മുടെ കല്ലിയൂർ പഞ്ചായത്തുകളിലാണ്. അവിടെ ഈ പറയുന്ന പോലെ ഇപ്പോഴാണ് ഈ ഡ്രഡ്ജിങ്ങും ഈ പറയുന്ന ആഴം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും കർഷകരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നോക്കുന്നത്. പിന്നെ ഈ നമുക്കറിയാലോ, ഏറ്റവും ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലാണ്, ഇടുവയിൽ. അത് ഈ പറയുന്ന പോലെ അച്ഛനാദ്യം പഞ്ചായത്തിലിരുന്നപ്പോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ കുറച്ചുകൂടെ ആധുനിക സൗകര്യമുള്ള രീതിയിലുള്ള ഒരു ആവശ്യം എങ്ങനെയാണ് ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ആശംസകളും. ഓക്കെ, സസ്പെൻസുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് NDA-യുടെ സ്ഥാനാർത്ഥിയായി TN സുരേഷിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കോവളത്തെ ഒരു പ്രമുഖ വ്യവസായി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി, കോവളം ബീച്ചിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയിൽ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്താറുള്ളതാണ്. അങ്ങനെ ടൂറിസം രംഗത്ത് നിറഞ്ഞു വരുന്ന TN സുരേഷ് ഇപ്പോൾ ഈ സജീവ രാഷ്ട്രീയത്തിൽ NDA-യുടെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നത്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നത്? എനിക്ക് ചെറിയ പ്രതീക്ഷയില്ല, വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാന് പുതിയ ആളല്ല. എനിക്കിവിടെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എന്നെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇവരുടെ കൂടെ 2016 NDA കാൻഡിഡേറ്റായി പ്രവർത്തിക്കുകയും അന്ന് BJPക്ക് ഈ ശക്തിയില്ല, അല്ലെ NDAക്ക് ഈ ശക്തിയില്ല. അന്ന് ഏകദേശം അതിനുമുമ്പ് 9,500 വോട്ട് കോവളത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിന്ന് അന്ന് 32,000 വോട്ട് നമ്മുടെ NDA സഖ്യത്തിൽ അന്ന് വാങ്ങിച്ചു വന്ന്. അന്നത്തെ BJP അല്ല ഇന്നത്തെ BJP. അതിൽ നിന്ന് എത്രയോ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇന്നിപ്പോ ഇടതും വലതും ഒന്നും NDAക്ക് അല്ലെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ മോദിജി ഭരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്. അതൊന്നും ഒരു വിഷയമല്ല. ഇന്ന് എത്ര സീറ്റ് പിടിക്കുമെന്നും ഏതെല്ലാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് വരുമെന്ന് മാത്രമേ സംശയമുള്ളൂ. ജയിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും കോവളത്തിന്? നമ്മളെ മണ്ഡലത്തില് തന്നെ ഇപ്പോഴേ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നോക്കും 10 വർഷം എന്ന് പറയുന്നത് നമ്മളെ മണ്ഡലത്തില് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ റോഡുകളാണെങ്കിലും എന്ത് നോക്കിയാലും, വേസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാലും എല്ലാം ശോചനീയ അവസ്ഥയിലാണ്. അവിടെ വിഴിഞ്ഞം പോലൊരു പദ്ധതി അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. അതെ, വിഴിഞ്ഞം പോലെയുള്ള പദ്ധതി എന്ന് പറയുമ്പോഴേ ഇപ്പൊ വിഴിഞ്ഞം പോലെയുള്ള പദ്ധതിക്ക് ഇപ്പൊ എന്താണ് അവിടെ? ഇപ്പം റിംഗ് റോഡ് വന്നിട്ടില്ല, അതിനുള്ള പൈസ സാങ്ഷൻ ആയിട്ടില്ല, റെയിലിന്റെ ഇതോ ആയിട്ടില്ല. എല്ലാം ആയതിനു ശേഷം അതിൽ കമ്മീഷൻ ചെയ്തതിന് ശേഷവും അത് വർക്കിംഗ് കണ്ടീഷനിലല്ല ഇപ്പോ. ഇത് കപ്പൽ വന്നിട്ട് കയറ്റുമതി ഇറക്കുമതി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ബാക്കി സ്ഥലം പോലും എടുക്കുന്നില്ല, ഒന്നും ചെയ്യാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെ പോയാൽ ഇനിയും ഇതിന്റെ കമ്മീഷൻ കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനിയും വർഷങ്ങളെടുക്കും. അതിനൊക്കെ ഇവിടെ സംവിധാനങ്ങൾ മാറി വരണം. നമ്മളെ
രാജീവ്ജി പറയുന്നത് പോലെ എല്ലാം മാറും, പക്ഷെ കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരണം. ഇതിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൈം മാനേജ്മെന്റ് എന്നൊരു സംഗതിയുണ്ട്, ടൈം മാനേജ്മെന്റ്. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്ന, ഇതിപ്പോ എല്ലാം നടക്കും ഇവർ വന്നാലും, പക്ഷെ 25 വർഷം എടുക്കും. 25 വർഷം കൊണ്ട് നടക്കുന്ന കാര്യം ഈ സർക്കാർ വന്നാൽ 5 വർഷം കൊണ്ട് നടക്കും. അതാണ് എല്ലാ ആശംസകളും. കോവളത്തെ 3 സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷകളൊക്കെയാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. എന്നാലും വിഴിഞ്ഞം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോവളത്ത് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നാലും രാവിലെ സമയം പൂർണ്ണമാവുകയാണ്. നമ്മൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്, പശ്ചിമേഷ്യയിലെ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. തൽക്കാലത്തേക്ക് രാവിലെ പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.